നാടിനെ ദുഃഖത്തിലാഴ്ത്തി തൃശൂർ പൂരം ഒരുക്കത്തിനിടെ മുണ്ടത്തിക്കോട് വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു. നിരവധി തൊഴിലാളികൾക്ക് പരുക്കേറ്റു. 2.5 ഏക്കർ സ്ഥലത്തെ 5 വെടിക്കെട്ട് പുരകൾ പൂർണ്ണമായി കത്തിനശിച്ചു. സ്ഫോടനമുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ അണയ്ക്കാനായിട്ടില്ല. ചികിത്സാ സഹായത്തിന് സർക്കാർ സംവിധാനങ്ങളെ സജ്ജമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ മുണ്ടത്തിക്കോട് നിന്ന് ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് തത്സമയം വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. കളക്ടറുടെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിലായി കണ്ടത്. രക്ഷാദൗത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയും ആളുകളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ തരത്തിലേക്ക് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതിനിടെ 9 പേരുടെ മരണം സംഭവിച്ചു എന്ന സ്ഥിരീകരിച്ച വാർത്തയും വരുന്നുണ്ട്. അതിൽ ചില ശരീരങ്ങൾ, മറ്റത് ഭാഗങ്ങൾ എന്ന തരത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. മറ്റൊന്ന്, ഈ സ്ഫോടനം ഉണ്ടായത് ഉച്ച കഴിഞ്ഞ് 3:30-നാണ് സ്ഫോടനം. പിന്നീട് തുടർ സ്ഫോടനങ്ങൾ ഒട്ടേറെ ഉണ്ടായത് നമ്മളൊക്കെ ആ ദൃശ്യങ്ങളുമെല്ലാം കണ്ടതാണ്. അങ്ങനെ വലിയൊരു സ്ഫോടനത്തിനാണ് മുണ്ടത്തിക്കോട് സാക്ഷ്യം വഹിച്ചത്. അനുജ, ആ ദൃശ്യങ്ങൾ അതിന് മറുപടി നൽകും. കൂടുതൽ ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇതൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇങ്ങനെ അവിടുന്ന് പൊട്ടി തെറിച്ച് വീണ ചീളുകളാണ് ഇത് പൂർണ്ണമായി. അതൊക്കെ ഇങ്ങനെ നിലത്ത് ഇവിടെ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും ആശ്വാസകരമായ കാര്യം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് നമ്മുടെ ഫയർഫോഴ്സ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് അകത്തേക്ക് ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് എത്താവുന്നതിന്റെ പരമാവധി സമീപത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്പസമയം മുൻപ് വരെ സ്ഫോടനങ്ങൾ നമ്മൾ കേട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ആ സുരക്ഷ കൂടി കണക്കാക്കിക്കൊണ്ടാകണം അവരോട് രക്ഷാദൗത്യത്തിന് അതിൽ ഏർപ്പെടാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നതാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സംഭവം അതിന്മേൽ ഒരു മാജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുകൂടി ശിഖാ സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടക്കുമെന്നതാണ്. അതിനു മുൻപ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ലൈസൻസിക്ക് കൂടി പരുക്കേറ്റിട്ടുണ്ട് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പരുക്ക് ഗുരുതരമാണ് എന്നുകൂടി പറയുന്നുണ്ടായിരുന്നു. മുണ്ടത്തിക്കോട് സതീശൻ എന്നയാളുടെ പേരിലാണ് ഈ പടക്കപ്പുരയുള്ളത്. അദ്ദേഹത്തിന് പരുക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി എന്നതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഫോഴ്സിന്റെ ഒരു 8 അസ്ക ലൈറ്റ്സ് കളക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം നമ്മുടെ PWD ത്രൂ ലൈറ്റ്സും കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് നമ്മളിപ്പോൾ 23 പേരെ നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനായി. ഇപ്പോൾ അവിടുന്ന് ആശുപത്രിയിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ്. 23 പേരിൽ 5 പേരാണ് ഡെഡ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 പേരെ കൂടി റിക്കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്ഥിതി അറിയില്ല. 2 പേരെ കൂടി ഇപ്പോൾ 25 അല്ലേ? മാഡം, എന്താണ് കാരണമെന്നതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളോട് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു അന്വേഷണം അതെങ്ങനെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്? SDM മജിസ്ട്രേറ്റിയൽ ഇൻക്വയറിയാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ നടത്താനായിട്ടാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ നടക്കുമല്ലോ? അന്വേഷണത്തിന് ശേഷം മാത്രം എനിക്ക് പറയാൻ സാധിക്കും. എല്ലാവരും ഒരു വലിയൊരു ഒരുക്കത്തിലായിരുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഒരുക്കത്തിലായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്ര ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ നടത്തിപ്പ് അതൊരു ആശങ്കയായി തുടരുകയല്ലേ? അതെ, നമ്മളിപ്പോൾ ആദ്യം ഇവിടുത്തെ റിലീഫ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. എന്തായാലും കൂടുതൽ ആളുകൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതെ അതെ കൂടുതൽ ആളുകൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ജില്ലാ കളക്ടർക്ക് പറയാനുള്ളത്. ഇപ്പോഴും അവിടെ നമ്മുടെ ഫയർഫോഴ്സിന് ആ മേഖലയിലേക്ക് കയറാനായി എന്നത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പോലീസും അതുപോലെ തന്നെ മറ്റു മേഖലകൾ, നാട്ടുകാരും ഒക്കെ ഈ മേഖലയിൽ ഇപ്പോഴും തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സേനാംഗങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തേണ്ടതുണ്ട്. DIGക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട് എന്ന് റവാഡ ചന്ദ്രശേഖർ അല്പസമയം മുൻപ് 24 തന്നെ സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായതിൽ അല്പസമയം മുൻപാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോട് സംസാരിച്ചത്. അവർ പറഞ്ഞത് കൃത്യമായ രീതിയിൽ അതിൻ്റെ ലൈസൻസിക്കടക്കം ഈ പറയുന്നത് പോലെ പരിക്കേറ്റിട്ടുണ്ട്. ആ ലൈസൻസിക്ക് പരിക്കേറ്റ് അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിൽ, വിളിച്ചാൽ മൂളുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹവും ചികിത്സയിൽ കഴിയുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അവരും പെട്ടെന്ന് തന്നെ റിക്കവർ ആകട്ടെ. എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ ആ മേഖലയിലും നടക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടൊക്കെ ഈ മേഖലയിൽ പൂർണ്ണമായി നിന്നിരുന്ന ആളുകളാണ്. അവർക്ക് ഈ പ്രദേശമൊക്കെ സുപരിതമാണ്. ആ മേഖലയിലൊക്കെ കടന്നു വരുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു ദുരന്തമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നൊരുക്കമൊന്നും അവരാരും തന്നെ കണ്ടിട്ടുണ്ടാകില്ല. ഫയർഫോഴ്സും അതുപോലെ തന്നെ കൂടുതൽ പോലീസുകാരെയും ഒക്കെ തന്നെ ഇവിടേക്ക് വിന്യസിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളാണെന്ന് തോന്നുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ദൃശ്യങ്ങൾ കാണുന്ന നകുൽ ദേശ്മുഖ്. അദ്ദേഹമാണ് സിറ്റി പോലീസ് കമ്മീഷണർ. അദ്ദേഹം തുടരുകയാണ്. കൂടുതൽ PWD ലൈറ്റുകളടക്കം അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ലൈറ്റുകളടക്കം സജ്ജീകരിച്ചുകൊണ്ടുള്ള നടക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ അവ മേഖലയിലേക്ക് പോയി 23 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 പേരെ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ആശങ്ക. നമ്പർ 40-നും എന്നുള്ള നമ്പർ ഇപ്പോൾ നൽകിയത് അല്പസമയം മുൻപ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.